ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ USS ജെറാർഡ് അഡ്ഫോർഡ് ഇറാനെ ലക്ഷ്യമിട്ട് ഈ കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. ഭരണമാറ്റമാണ് ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നും ട്രംപ് പറയുന്നു. വലിയൊരു യുദ്ധത്തിനാണോ ട്രംപ് ഒരുങ്ങുന്നത്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഏകദേശം 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് USS ജെറാർഡ് അഡ്ഫോർഡ്. വെനസ്വേലൻ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ US ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ കപ്പൽ കരീബിയൻ കടലിലാണ് ഉണ്ടായിരുന്നത്. ഈ കപ്പൽ ട്രംപ് ഇറാൻ തീരത്തേക്ക് അയക്കുന്നു എന്ന വാർത്ത 3 USS ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട വാർത്ത പങ്കുവച്ചതോടെ ഈ നീക്കം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. നിലവിൽ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാനും US തമ്മിൽ ആദ്യഘട്ട ചർച്ച കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നേരമാണ് പെട്ടെന്ന് ഈ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇറാൻ US രണ്ടാം വട്ട ചർച്ച അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടത് ജനീവയിലാണ്. ഇറാനും US തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് പൊളിച്ച ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. ഇപ്പോഴത്തേതുപോലെ ഇറാൻ US ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. അമേരിക്കൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗം ഇറാനെതിരെ അമേരിക്ക യുദ്ധം ചെയ്യുന്നത് അബദ്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇറാനുമായുള്ള വിശാല യുദ്ധം മണ്ടത്തരമാണ് എന്ന് US ഇൻ്റലിജൻസ് മേധാവി തുളസി ഗബാർഡ് അടക്കമുള്ള ഉന്നതർ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ USനെ ഇറാനെതിരെ യുദ്ധത്തിലേക്ക് തിരിക്കാനാണ് നെതന്യാഹു എപ്പോഴും കുതന്ത്രങ്ങൾ മെനയാറുള്ളത്. കഴിഞ്ഞ വർഷം ഒമാൻ്റെ മധ്യസ്ഥതയിലുള്ള ചർച്ച 3ാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അന്ന് ഇസ്രായേൽ അമേരിക്കയെ കൂടി യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. ഇസ്രായേലിന് അന്ന് കൈ പൊള്ളിയെങ്കിലും ചർച്ച പൊളിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇറാൻ US രണ്ടാം വട്ട ചർച്ചകൾ ജനീവയിൽ നടക്കാനിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തിരക്കിട്ട് വാഷിംഗ്ടണിലെത്തി. US ഇറാൻ ചർച്ചയിൽ ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള കർശന ഉപാധികൾ തിരുകി കയറ്റാനാണ് നെതന്യാഹു ശ്രമിച്ചത്. ഇല്ലെങ്കിൽ ഇറാനിലെ ഭരണത്തെ മാറ്റുക എന്നാണ് ഇസ്രായേലിൻ്റെ തിട്ടൂരം. ഇറാൻ വികസിപ്പിക്കുന്ന ആണവായുധമാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാൻ്റെ നിരവധി ആണവശാസ്ത്രജ്ഞരെ വധിച്ചും രഹസ്യ അട്ടിമറികൾ നടത്തിയും ഈ പദ്ധതിയെ തകർക്കാൻ ഇസ്രായേൽ കിടഞ്ഞു ശ്രമിച്ചു. എന്നാൽ പർവ്വതങ്ങൾക്കടിയിൽ മിസൈൽ സിറ്റികളിലൂടെ ഇറാൻ തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിച്ചു. അമേരിക്കയുടെ 30,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചാൽ പോലും ആണവോർജ്ജം നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനറിയാം. അതുകൊണ്ടാണ് പരമാവധി സമ്മർദ്ദം ചെലുത്തി ഇറാൻ ഭരണകൂടത്തെ തന്നെ ഉപയോഗിച്ച് ഈ ആണവോർജ്ജം പുറത്തു കൊണ്ടുവന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഇല്ലാതാക്കുക, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് പോലെയുള്ള മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ ഇല്ലാതാക്കുക എന്നിവ നേടണം എന്ന് ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നത്. ഇല്ലെങ്കിൽ നിലവിലെ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കണം എന്നാണ് നെതന്യാഹുവിൻ്റെ നിർബന്ധം. ഈ 3 കാര്യങ്ങൾക്കും ഇറാൻ വഴങ്ങാനാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ ഇത്രയും വലിയ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി ഇറാനെ പേടിപ്പിക്കുന്നത്. ഭരണമാറ്റമാണ് ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നും ട്രംപ് പറയുന്നു. പക്ഷേ അതിലൊന്നും പേടിക്കില്ല എന്നാണ് ഇറാൻ തുറന്നടിക്കുന്നത്. ചർച്ച ആണവ കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കണം എന്ന് ഇറാൻ പറയുന്നു. തങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധം നീക്കുകയാണെങ്കിൽ ആണവ പദ്ധതികളിൽ നിയന്ത്രണം കൊണ്ടുവരാം എന്ന് മാത്രമാണ് ഇറാൻ്റെ മറുപടി. മിസൈൽ പദ്ധതികൾ ഏതൊരു രാജ്യത്തിൻ്റെയും അവകാശമാണ് എന്നും ഇറാൻ പറയുന്നു. പ്രോക്സി സംഘടനകൾക്ക് തങ്ങൾ സഹായം നൽകുന്നില്ല എന്നും ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഇറാനുമായി സമവായത്തിന് പോകണം എന്ന് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങളെ അമേരിക്ക എത്രത്തോളം പിന്തുണക്കും എന്ന് കണ്ടറിയണം. ചർച്ചകൾ വിജയിക്കുമോ അതോ ഇസ്രായേൽ വീണ്ടും ഒരു സൈനിക നീക്കത്തിലൂടെ ചർച്ചയെ അട്ടിമറിക്കുമോ? പശ്ചിമേഷ്യയുടെ ഭാവി ഈ നീക്കങ്ങളെ ആശ്രയിച്ചായിരിക്കും.